ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. പിന്നെ മഴ വന്നതുകൊണ്ട് മഴേൻ്റെ ദുരന്ത വാർത്തകളും അതും ഇതുമായിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമായിട്ട് ഞാൻ വീഡിയോ തന്നെ ഇടാറില്ലായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ആ വീഡിയോ ഒക്കെ ഗാലറി കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അങ്ങനെ ഒരു സ്വിസ് റോളാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഞാൻ യൂട്യൂബ് കണ്ടതാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കമ്മിയാണ് ഉണ്ടാക്കൽ. അങ്ങനെ ഉണ്ടാക്കാൻ കൂടെ ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ മക്കളുമായിട്ട് ഇങ്ങനെ ഓരോ ബിസി ആയതുകൊണ്ട് ഉണ്ടാക്കലില്ല. ഞാൻ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ അവിടെ കിടക്കുകയാണ്. ഒന്നും ഉണ്ടാക്കാനുള്ളൊരു മൂഡ് കിട്ടണ്ടേ. ഇൻഷാ അല്ലാഹ് എല്ലാം ഉണ്ടാക്കണം. അങ്ങനെ ഞാനിത് യൂട്യൂബ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. സംഭവം കൊള്ളായിരുന്നു. പക്ഷേ എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. നോ ബേക്ക് പലഹാരമാണ്. അതുകൊണ്ട് അത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല എന്ന് പറയാം. അതിനിതാ ഞാൻ ആ ഒരു ഗ്ലാസ് വിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഞാനത് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം പാർലേജി ബിസ്ക്കറ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഓറിയോ ബിസ്ക്കറ്റും പിന്നെ ചോക്ലേറ്റ് കുക്കീസ് അങ്ങനത്തെ ബിസ്ക്കറ്റൊക്കെ ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. പാർലേജി മെയിനാണ്. അങ്ങനെ 2 കായ റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ നല്ലോണം ഫൈനാക്കി അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്ത് ഈ രൂപത്തിൽ കിട്ടും. അങ്ങനെ അത് നന്നായിട്ട് ഒരു ബട്ടർ പേപ്പറിൽ അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് മുകളിലും വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. വീഡിയോ എൻ്റെ അടുത്ത് കുടുങ്ങിയില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ കാണാത്തത്. അങ്ങനെ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ട് നമ്മൾ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഇതെടുത്തിട്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം നന്നായിട്ട്. അതിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. ഓവർ മധുരം ചിലർ മധുരം ഇടും കേട്ടോ. മധുരം എന്ന് പറഞ്ഞാൽ ഷുഗർ കുറച്ച് ആഡ് ചെയ്യും. പൊടിച്ച പഞ്ചസാരയൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക, ഐസിങ് ഷുഗർ എന്ന് പറയും. ഐസിങ് ഷുഗർ ഇടും ഈ ബീറ്റ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൽ. മധുരം അത്രയൊക്കെ മതി ആയതുകൊണ്ട് ഞാൻ അത്ര ഇട്ടിട്ടുള്ളൂ. അതിന് പിന്നെ കുറച്ച് സിറപ്പ് ഒഴിക്കുന്നുണ്ട്. ചോക്ലേറ്റ് സിറപ്പ് വേണ്ടിയവർക്ക് ഒഴിക്കാം. ഞാൻ മക്കൾക്കായത് കൊണ്ട് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇത് നിന്നിട്ട് നമുക്ക് റോൾ ചെയ്യണം. സ്വിസ് റോൾ എന്നാണല്ലോ ഇതിൻ്റെ പേര്. അങ്ങനെ ഇത് റോൾ ചെയ്തെടുത്തിട്ട് ഒന്ന് കുറച്ച് സെറ്റായിട്ട് ഇതൊന്ന് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് റിമൂവ് ചെയ്ത് അങ്ങനെ അത് കട്ട് ചെയ്യാം കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. ഇത് ആ പഴത്തിൻ്റെ ഒക്കെ ഒരു ചെറിയ ചുവ വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, കഴിക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.